ഹലോ ഹലോ ബ്രാവോ ഇവിടെ ഇല്ല. പിന്നെ സെർവറിന്റെ കാര്യങ്ങളും അപ്ഡേഷനൊക്കെ ബ്രാവോ നിങ്ങളോട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഗൈസ്. ഒരു ബ്രാവോ ഇവിടെ ഉണ്ടോ? ഹലോ കേൾക്കുന്നില്ലല്ലോ. ഇത് എനിക്ക് കേൾക്കാത്തയാണോ? അല്ലല്ല എന്നെ മാറി കിടക്കും. ഒരു മിനിറ്റ് ബ്രാവോ. കേക്കാവോ? ഫാബ്ലോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 1000 കിക്ക് പോയിന്റ്സ്. അപ്പോൾ സെർവറിന്റെ കാര്യങ്ങളൊക്കെ ബ്രാവോ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കങ്ങനെ ഗൈസ് ഒരു കാര്യം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലിയർ ആൻഡ് വാലിഡ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു സെർവറും കൂടെ പടയെന്ന് പണിത് കഴിഞ്ഞാൽ അതും ഇതുപോലത്തെ ഒരു പണി കിട്ടിയാൽ ഉള്ളൊരു സാധനം നമുക്ക് പ്രശ്നമുണ്ട്. അതാണ് വേറൊരു ഏറ്റവും വലിയൊരു കാര്യം. മനസ്സിലായോ? അപ്പോൾ അതും കൺസേണിൽ കൊണ്ടുവരേണ്ട ഒരു സാധനം കൂടെ. ഇതിന്റെ വാലിഡ് റീസൺ എന്താണെന്ന് അറിയാതെ പടയെന്ന് നമ്മൾ ഈ ചൈൽഡ് പെഡ് തന്നെയാണോ എന്നുള്ളൊരു കാര്യം അല്ലാതെ ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെർവർ വീണ്ടും പണിതുകൊണ്ട് വന്നിട്ട് അത് അടിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇവരുടെ സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾക്ക്? എടാ നിങ്ങളായിരുന്നു സംസാരിച്ചേ? ഹലോ 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 ആര് ബാബു ചാറ്റില് ബാബ്സ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ സൈഡിൽ തുടങ്ങി വിട്ടെ. കേക്ക് അപ്പാ. ഓ പറഞ്ഞോളാ. അപ്പൊ എങ്ങനെയാ നമ്മള് പുതിയ സെർവർ തുടങ്ങുമല്ലേ? പിന്നല്ല തുടങ്ങല്ലേ. പിന്നല്ല ഉടനെ ഉണ്ടാവില്ലോ റോ. ഞാൻ കുറെ നാൾക്ക് ഷാർപ്പ് കളിക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോ സെർവർ ഇല്ല. അതുകൊണ്ടാ. പേടിക്കണ്ട ബാബു, ഞാനൊരു ഗൂഗിൾ പേ ഇൻവോയ്സ് അയക്കാം, നീ ഒന്ന് പേ ചെയ്താൽ മതി. അല്ല നമുക്ക് ഷെയർ ഇടാം. അതുകൊണ്ട് വലിയ കോഴിക്കട മുതലാളിയൊക്കെ അല്ലേ ഒരു എടാ. ഒരു കാര്യം നമുക്ക് ചെയ്തു തരാം. അതായത് സെർവർ ഓപ്പൺ ആവുന്ന സമയത്ത് നിന്റെയും കോഴിയുടെ ഫോട്ടോ വെക്കാം. അത് ന്യായമായ കാര്യം. ഒരുമിച്ച് സൈഡ് ടു സൈഡ് വെക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ 10 കിലോ കോഴി ഇറച്ചി ഇത് കഷ്ടപ്പെട്ടിരുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് രാത്രി വേവിച്ച് കഴിക്കാൻ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഈ 10 കിലോ കോഴി ഇറച്ചി ആർക്ക് വേണം? നമുക്ക് ഫണ്ടിങ് ആണ് വേണ്ടത്. ഫണ്ടിങ്. അല്ല പൈസ എന്തായാലും മതി. അതൊക്കെ തരാം. അപ്പൊ എത്ര വേണമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വേണോ? അപ്പൊ ഒരു ബ്ലാങ്ക് ചെക്ക് മതിടാ, ആവശ്യമനുസരിച്ച് ഞാൻ എഴുതിയിടത്തുള്ളത്. ഓ അപ്പൊ അതായിക്കോട്ടെ. നമുക്ക് സെർവറിന്റെ ഒരു 9% ഷെയർ മതിയോ എനിക്ക് ഇമ്പ്രൂവ്ക്കായിട്ടെ? നമ്മൾ പറയും അങ്ങനെ ഇതാണ് സാധനം ചൈൽഡ് പെഡ് എന്ന് പറയുന്നത്. അതായത് ഇതുപോലത്തെ പെഡുകളെയാണ് ചൈൽഡ് പെഡ് എന്ന് പറയുന്നത്. മനസ്സിലായ? എടാ അവൻ അതിലും വലിയ വിഷമത്തിലിരിക്കുകയാണ്. അവൻ കാരണമാ പോയെന്ന് പറഞ്ഞ് ലൈവിൽ കരയൊക്കെ ചെയ്തെന്നാണ്. അയ്യോ ഗൈസ് അങ്ങനെയല്ല, നമുക്കൊരു എക്സാമ്പിൾ പറയാനാണ് അവന്റെ ക്യാരക്ടറിനെ നമ്മൾ എടുത്തത്. മനസ്സിലായോ? അല്ലാതെ വേറൊന്നും അല്ല. ഇതുപോലത്തെ ചൈൽഡ് പെഡിനെ ഞാൻ പറഞ്ഞു. അതായത് ഞാനൊരു കാര്യം പറയാം. അത് ചൈൽഡ് പെഡ് കളിക്കുന്ന ആരുടെയും മിസ്റ്റേക്ക് അല്ല. അങ്ങനെ അതിന്റെ പേരിലാണ് പോയെങ്കിൽ പോലും അത് ഫുൾ ആൻഡ് ഫുൾ സെർവറിന്റെ റെസ്പോൺസിബിലിറ്റി. അനുവദിച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത്. അല്ലാതെ അവര് പെട്ടെന്ന് ഇവരിത് അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ് അവർ കളിക്കുന്നത്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഈ റോക്സ്റ്റാറിന്റെ പോളിസി അനുസരിച്ച് ഇതുപോലത്തെ ക്യാരക്ടേഴ്സിനെ തോക്ക് ഗണ്ണയും ചെയ്യാനോ വെടിവെച്ച് വിടാനോ അല്ലെങ്കിൽ ഹോസ്റ്റേജ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് റൂൾസ് ഉണ്ട് ഇതിന്. അത് നമുക്കറിയാത്ത കുറച്ച് റൂൾസ് ഉണ്ട്. അവർ ചൈൽഡ് അബ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ 5M കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ പെഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണിലെടുത്ത് ആ പെഡിന്റെ കയ്യിൽ ഗണ്ണ് കൊടുക്കാൻ പോലും പാടില്ലെന്നാണ്. അപ്പോൾ ഇനിയൊരു സെർവർ വരുവാണെന്നുണ്ടെങ്കിൽ സൂര്യബോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ ഒരു വഴിയില്ല. അതാണ് വേറൊരു സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൂടാണ്. കുറച്ച് സമയം എടുക്കൂലേ അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റായി എടുക്കാൻ? ഇനി എല്ലാം നടപടിയുന്നുണ്ടാവും. നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു സെർവർ എന്തായാലും ഞാനൊരു ഒരാഴ്ചക്കുള്ളിൽ സെറ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് പുറമെ പതുക്കെ പുഷ് ചെയ്യാം. കറന്റ് സിനാരിയോയില് സിറ്റിസൺസിന് ചെയ്യാൻ പറ്റുന്ന പോലെ ജോബ്സ്, റോബറീസ്, അതേപോലെ തന്നെ എക്കണോമി റീസെറ്റ് ആവുകയാണോ? റീസെറ്റ് അല്ല, 2 വെട്ടിക്കുറയും. 2 വെട്ടിക്കുറയും. ഓക്കെ. പിന്നെ എക്സ്ട്രാ ഇപ്പുറത്തെ ഇട്ടിട്ട് പുതിയ അക്കൗണ്ട് ഇടാൻ പറ്റും പുതിയ ആള് വരുമ്പോ? ഒരു 0 വേണമെങ്കിൽ തുടക്കത്തിൽ ഇട്ടുതരാം. ഓക്കെ. താങ്ക് യു. ഗ്യാങ് ഫണ്ടിൽ 2000 കോടിയൊക്കെ പോയപ്പം
200 കോടി കോടി 2000 മാറി 20 കോടിയാവല്ലേ അപ്പൊ 2-0 പോകുമ്പോ എത്ര 200 കോടിയായോ ഇപ്പോ? 2000 200 20 കോടിയാവുള്ളൂ 20 2 പൂജ്യം പോയാ 20 കോടിയോ? ആ ഓ കോടീശ്വരൻ തന്നെ. എന്നിട്ടും അല്ല കുറച്ചുകൂടെ പക്ഷെ കുറച്ച് അത് ലക്ഷങ്ങളും ബാക്കിയുള്ള നോക്കായിരുന്നു. കാര്യങ്ങൾക്കും കുറയും കേട്ടോ. എല്ലാത്തിലും 2 വെച്ച് കുറയും. കിട്ടുന്നതിലും കുറയും, കയ്യിലുള്ളതിലും കുറയും. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ കഷ്ടപ്പെട്ടവർക്കല്ലേ നഷ്ടം. എനിക്കിനി ഒന്നേ തുടങ്ങാനാ. ആ 20 കോടിക്ക് 2000 കോടിയുടെ വാല്യൂ ഉണ്ടാവും കേട്ടോ. ചന്ദ്രനൊക്കെ പിച്ചക്കാരനാവല്ലേ അപ്പൊ. കണ്ടാ മതിയായത്. നീ പിന്നെ സിറ്റി പോലും വരാത്തോണ്ടേ പൈസ നിന്നെ ബാധിക്കൂലല്ലോ. എന്റെ സത്യം എന്തായാലും വരുമ്പോ ഒരു 2 ലക്ഷം രൂപ കിട്ടും. അത് വെച്ച് വേണം തുടങ്ങാൻ ഇനി. അല്ല സോറി ബാബു, 2 കുറയുമ്പോ അതിലും കുറയും. അതിന് പറയോ? അപ്പൊ പഴയ പോലെ മുതലാളിയെ മോചിച്ച് ജീവിക്കണം അല്ലേ? ആണ് പ്ലേയേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ആണ്. ഡോണ്ട് റിപ്പീറ്റ് സിറ്റുവേഷൻ ലൈക്ക് ദിസ് ഇൻ ഫാമിലി. ബ്രോ പ്ലേയേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് അവർ നമ്മുടെ അടുത്ത് ഒരു പെർട്ടിക്കുലർ പ്രശ്നം ഉണ്ട് എന്ന് ഷെയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും കൂടെ നമ്മൾ എല്ലാവരും ഉണ്ട്. SRK അത് പറഞ്ഞാലല്ലേ ആരോടും നീ- പറഞ്ഞില്ലടാ. അവൻ ആരോടും ഷെയർ ചെയ്തില്ല. അതാണ് പറ്റിപ്പോയത്. മനസ്സിലായോ? നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവൻ ഇത് നാളെ വന്ന് കേൾക്കുമ്പോഴും അവൻ ഇത് സത്യം. ഇതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാസന യു ബിൽഡ് ഫാമിലി വ്യൂവേഴ്സ് സോ പ്രൗഡ് ടു ബി ടി എ ഫാൻ. ജോയൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 കിക്ക് പോയിന്റ്സ്. പക്ഷേ ബ്രോ ഇപ്പൊ 4 ദിവസം സ്ട്രീമിംഗ് നിർത്തിയാലും പുതിയൊരു ജോലി അൺലോക്ക് ആയിട്ടുണ്ടല്ലേ? എന്ത് CID. എടാ എന്താടാ എനിക്ക് വന്നു. എനിക്കിപ്പോ 2-3 പോസ്റ്ററൊക്കെ അയച്ചു തന്നു. കാണാനില്ലാത്തവരുടെ ലിസ്റ്റ് ഒക്കെ ഈഗിൾ ബ്രോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഇവിടെ കുഞ്ഞിന്റെ ഒരു കളിപ്പാടം കാണാൻ വേണ്ടി കുറച്ച് കളയും. ഒന്ന് ഞാൻ കണ്ടു വെച്ചേരാ. അങ്ങോട്ട് വരാം. എന്റെ ഒരു eBayക്ക് പോയി അളിയാ. അത് അളിയാ വേറൊരു കാര്യം, വലിയൊരു കാര്യം പറയാൻ പറ്റുമോ? ഇന്നലത്തെ കളി എന്നാ കളിയായിരുന്നത്. ജോക്കി ഇവിടെ ഇരുന്നാണ് കളി കണ്ടത്. ജോക്കിയും ഗോകും കൂടെ വീഡിയോ കോൾ വാറായിരുന്നു ഇവിടെ. അയ്യോ ഒരു ഗോൾ ഇംഗ്ലണ്ട് അടിച്ചപ്പോ ഉണ്ടല്ലോ, ജോക്കി ഇവിടെ ഇവനെ വിളിച്ച് താറ്റി നാശമാക്കി. പിന്നുണ്ടല്ലോ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാട്ടാ, ഒരു ഗോള് അർജന്റീന അടിച്ചപ്പോ തന്നെ ജോക്കി കമന്ന് ക്ഷീണിച്ച് കിടക്കുന്നത് പോലെയാടാ. തലവേദനയായി, വാ തുറക്കുന്നില്ല, അനക്കം ഇല്ലാതായി. എന്ത് പറയാന്ന് പറയണെങ്കിൽ എന്ത് കളിയോടെ കളിച്ചു ദൈവമേ. ഈ വട്ടം അപ്പൊ ഈ വട്ടം എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വട്ടം അവനടിക്കൂലേ? അർജന്റീന അടിക്കൂലേ ഒന്നൂടെ? ഇന്നലത്തെ കളിയോട് കൂടി അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇന്നലത്തെ ഒരു കളിയോട് കൂടി മെനങ്ങാത്ത ലൈവില് മറ്റേ ഫ്രാൻസിന് മൊത്തം പോളിട്ടിപ്പോഴും ഞാൻ പറഞ്ഞല്ലേ സ്പെയിൻ ജയിക്കും അത്. അതെ. ഓ ഇല്ല, ചാറ്റിൽ മൊത്തം സ്പെയിൻ ഫാൻസ് ആണ് തോന്നുന്നു ഇവിടെ. ഇപ്പൊ എല്ലാരും സ്പെയിനിലായി. പിള്ളേർ തമ്മിൽ കളി അതായാലും നിന്റെ ഞാൻ ഇന്നലെ സ്പെയിനെതിരെ പറഞ്ഞല്ലോടാ നീ ഇന്നലെ. ആൽബർട്ട് സൈഫേ പറഞ്ഞതാ. എടാ ഇവ ഇന്നലെ ഇവര് ജയിക്കുമെന്ന് പറഞ്ഞതാണ് അവൻ. ഫ്രാൻസിന്റെ മെയിൻ ഫാന് സ്കൈഡാക്സ് ഇന്ന് സ്പെയിനായി. സ്കൈഡാക്സ് സ്പെയിന്റെ ജേഴ്സി മേടിക്കാൻ നിൽക്കുന്നുണ്ട് എറണാകുളത്ത്. ഓർഡർ ചെയ്ത് ഓൾറെഡി. പക്ഷെ ഇവർക്കൊക്കെ അപ്പുറത്തേന്ന് അറിയോ, ഇവർക്കൊക്കെ 80 മിനിറ്റ് സപ്പോർട്ട് ചെയ്യാൻ സമയമുണ്ട്. നമുക്ക് അവസാനത്തെ 10 മിനിറ്റ് ഉണ്ട് സമയം. ഒരുപാട് ആൾക്കാർ സത്യം 80 മിനിറ്റ് നിങ്ങൾക്ക് കളിക്കാനുണ്ട്, നിങ്ങൾക്ക് കൈയടിക്കാൻ സന്തോഷിക്കാനുണ്ട്. ഞങ്ങൾക്ക് ആകെ 10 മിനിറ്റ് കിട്ടാറുള്ളൂ വന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ആഘോഷിക്കും. വേറൊന്നും വിചാരിക്കല്ലേ. ഇല്ല പക്ഷേ ഇല്ല കപ്പ് എന്താ ബാബു നിനക്ക്? 80 മിനിറ്റ് നിങ്ങൾക്ക്, 10 മിനിറ്റ് ഞങ്ങൾക്കും. അതാ ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ രാത്രി ഉറക്കവും തിരിച്ചാ. ഇവർക്ക് ഉറക്കം പോകും, ഞങ്ങൾക്ക് നല്ലതായിട്ട് ഉറക്കം, സുഖം ഉറക്കം. ഞാനെന്താ ഇങ്ങനെ നിക്കണേ? നമുക്ക് കുറച്ച് സെർവറൊക്കെ വരുന്നത് വരെ എന്തായാലും ഒരു 3-4 ദിവസം എടുക്കും സെർവർ വരാൻ. സെർവർ വരുന്നത് വരെ നമ്മള് RDR